Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ ഓരോരുത്തരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ ഉപരോധത്തിന് ശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ കാര്യങ്ങളാണ് പിന്നീട് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അഥവാ ആ ഒരു വർഷത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നബി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 ആളുകൾ മരണപ്പെടുന്നത്. ആ ഉപരോധമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കാരണമാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയുടെ സഹോദരൻ അബൂ താലിബ് മരണപ്പെടുന്നത് ഈ ഉപരോധം കഴിഞ്ഞ് 4-5 ആഴ്ചകൾക്ക് ശേഷം നുബുവത്തിന്റെ 10ാം വർഷം റജബ് മാസമെന്നും ഷവ്വാൽ മാസമെന്നും അഭിപ്രായമുണ്ട്. ഈ മാസത്തിൽ ആണ് അബൂ താലിബ് മരണപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ 8ാമത്തെ വയസ്സ് മുതൽ 50ാമത്തെ വയസ്സ് വരെ
നബിയെ നോക്കുന്നതും നബിക്കുള്ള സംരക്ഷണം നൽകുന്നത് ആരാണ്? അബൂ താലിബാണ്. അഥവാ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കഴിയുന്ന കാലത്ത് തന്നെ ഉപ്പ അബ്ദുള്ള മരണപ്പെട്ടു. 6-ാമത്തെ വയസ്സിൽ ഉമ്മ ആമിന അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉമ്മയും മരണപ്പെട്ടു. 8-ാമത്തെ വയസ്സ് വരെ വെല്ലുപ്പായ അബ്ദുൽ മുത്തലിബ് നോക്കി. 8-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. പിന്നീട് 8 വയസ്സ് മുതൽ 50-ാമത്തെ വയസ്സ് വരെ 42 കൊല്ലം നബിക്ക് വേണ്ട എല്ലാവിധ സംരക്ഷണവും നൽകിയത് അബൂ താലിബാണ്. ഈ അബൂ താലിബ് ഉണ്ടായത് കൊണ്ടാണ് ഖുറൈശികളായ ആളുകൾ നബിയെ ആക്രമിക്കാതിരുന്നത്. നബിക്ക് വേണ്ട എല്ലാ സംരക്ഷണവും അബൂ താലിബ് നൽകിയിട്ടുണ്ട്. ശരിക്കും അബൂ താലിബിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകിട്ടാൻ വേണ്ടി ഖുറൈശികളായ ആളുകൾ പല രൂപത്തിൽ നോക്കിയിട്ടുണ്ട്. വലിയ ഒരു സമ്പത്ത്, ഒരു തുക തന്നെ അബൂ താലിബിന് ഓഫർ ചെയ്തു. നിങ്ങൾ മുഹമ്മദ് നബിയെ വിട്ടുതരണം, അതിന് പകരമായി ഈ പണം നൽകാമെന്ന് ഖുറൈശികൾ പറഞ്ഞു. അതിന് സമ്മതിച്ചിട്ടില്ല. 2, അദ്ദേഹത്തിന് അധികാരം നൽകാം എന്ന് പറഞ്ഞു. അതിനും ആര് സമ്മതം കൂടിയില്ല, അബൂ താലിബ് സമ്മതിച്ചില്ല. 3-ാമതായി അവര് പറഞ്ഞത് വലീദ് ബിൻ മുഗീറയുടെ മകനായ ഹുമാറയെ, വലീദ് ബിൻ മുഗീറന്റെ മറ്റൊരു മകനാണ് ഖാലിദ് ബിൻ വലീദ്. ഖാലിദിന്റെ സഹോദരനാണ് ഹുമാറ. ഈ ഹുമാറയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുഹമ്മദിന് പകരമായി നൽകാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ നിങ്ങളുടെ പിൻഗാമിയായി, നിങ്ങളുടെ സഹോദരന്റെ പുത്രനായി നിങ്ങൾക്ക് ഈ ഹുമാറയെ കാണാം. ഹുമാറ എന്ന് പറഞ്ഞാൽ മക്കയിലെ അറിയപ്പെട്ട യുവാവാണ്. കാരണം നല്ല ഭംഗിയുള്ള ആയുധ പരിജ്ഞാനമുള്ള വ്യക്തിയാണ് ഹുമാറ. അതുകൊണ്ട് ഹുമാറയെ നിങ്ങൾ എടുത്തോ, മുഹമ്മദിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പോഴും അബൂ മുത്വാലിബ് എന്ത് ചെയ്തിട്ടില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകൊടുത്തിട്ടില്ല. അബൂ താലിബിനെ വധിക്കുമെന്ന് വരെ ശത്രുക്കൾ പറഞ്ഞു. അതിലും പേടിച്ചില്ല. 3 വർഷം ഷഅബ് അബീ താലിബിൽ ഉപരോധിച്ചപ്പോഴും അതിൽ നിന്നും പിന്മാറാൻ അബൂ താലിബ് തയ്യാറായില്ല. അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം നൽകിയ വ്യക്തിയാണ് ആര്? അബൂ താലിബ്. പക്ഷേ ഈ അബൂ താലിബ് എന്ത് ചെയ്തില്ല, മുസ്ലിം ആയില്ല, ഇസ്ലാം മതം സ്വീകരിച്ചില്ല. അത് റസൂലുള്ളാഹിന്റെ മനസ്സിൽ വല്ലാത്ത വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റഹ്മഹുല്ലാ അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. സഈദ് ബിൻ മുസയ്യിബ് എന്ന് പറഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവാണ് ആര്? സഈദ് ബിൻ മുസയ്യിബ് റഹ്മഹുല്ലാ. അദ്ദേഹം പറയുന്ന ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ലമ്മാ ഹദറത അബൂ താലിബിൻ അൽ വഫാത്ത്, അബൂ താലിബിന്റെ വഫാത്തിന്റെ സമയം, ജാഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ അരികിലേക്ക് വന്നു. ഫവജദ ഇൻദഹു അബൂ ജഹൽ. അപ്പൊ അബൂ താലിബിന്റെ അരികിൽ ആരുണ്ട്? അബൂ ജഹൽ ഉണ്ട്. അബ്ദുല്ലാഹി ബിൻ അബി ഉമയ്യത്ത് ബിൻ മുഗീറ, അബ്ദുല്ലാഹി ബിൻ അബി ഉമയ്യ എന്ന് പറയുന്ന ഖുറൈശി നേതാക്കളുണ്ട്. അങ്ങനെ എല്ലാ ആളുകളുള്ള സമയത്ത് അബൂ താലിബ് മരണാസന്നായിട്ട് അദ്ദേഹത്തിന്റെ വിരിപ്പിൽ ഇങ്ങനെ കടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറയാണ്, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അമ്മുൻ എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ പിതാവിന്റെ സഹോദരനാണെന്ന് പറയാ. അമ്മുൻ, അമ്മത്ത് എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സഹോദരിമാർക്ക്. ഖാലുൻ എന്ന് പറഞ്ഞാൽ മാതാവിന്റെ സഹോദരന്മാർക്ക്. ഖാലത്തുൻ എന്ന് പറഞ്ഞാൽ മാതാവിന്റെ സഹോദരിമാർക്ക്. അപ്പൊ റസൂലുള്ളാഹി അവിടെ വിളിക്കുന്ന പ്രയോഗം എന്താണ്? ഖുൽ യാ അമ്മി, പിതാവിന്റെ സഹോദര, പിതൃ സഹോദര, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് പറയണം. കാരണം ആ വാക്യം വെച്ച് ഞാൻ അല്ലാഹുവിനോട് സാക്ഷ്യം വഹിച്ചോളാം. അപ്പൊ അബൂ ജഹൽ ചോദിക്കുന്നുണ്ട്, അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബൂ താലിബെ അബ്ദുൽ മുത്തലിബിന്റെ ആദർശം വിട്ട് മുഹമ്മദിന്റെ പുത്തൻ ആദർശം നീ സ്വീകരിക്കാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അഥവാ അബ്ദുൽ മുത്തലിബ് അവർ സ്വീകരിച്ചു വന്ന, അവരുടെ കാരണവന്മാരനുസരിച്ച് വന്ന ആദർശം വിട്ട് മുഹമ്മദിന്റെ പുത്തൻ ആദർശം നീ സ്വീകരിച്ചു പോവുകയാണോ എന്ന് ആദ്യം ചോദിക്കണത് ആരാണ്? അബൂ ജഹലാണ്. അപ്പൊ അബൂ ജഹൽ അങ്ങനെയൊക്കെ പറയുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്? ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല? അബൂ താലിബ് ഇസ്ലാം മതം സ്വീകരിച്ചില്ല. അബൂ താലിബ് അതിൽ കൊടുക്കുന്ന മറുപടി ഉണ്ട്, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ ലൗലൽ മലാമതു വഹിദാരി മസബ്ബത്തിൻ ലവജതനി സംഹം ബിദാക മുബീനാ. ലോകത്തെ ഏറ്റവും നല്ല മതം നിന്റെ മതമാണ് എന്ന് എനിക്കറിയാം. ആ മനുഷ്യൻ പറയുന്നൊരു വാക്ക് ആലോചിച്ച് നോക്കാണ് അല്ലേ? ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്. അബൂ താലിബ്
പിന്നെ ഈ ശത്രുക്കളായ ആളുകൾ ഉപരോധം എഴുതിയ ഏട് അത് ചെതല് തിന്നുപോയി എന്ന് പറഞ്ഞിട്ട് മക്കയിലെ മുശ്രിക്കിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. ഇത് അബൂ താലിബിനോട് പറഞ്ഞതാരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹിക്ക് ഈ വിവരം ലഭിച്ചത് എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു തആല വഹി അറിയിച്ചു കൊടുത്തു. അപ്പൊ അബൂ താലിബ് ചോദിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നിന്റെ നാഥൻ നിനക്ക് അറിയിച്ചു തന്നതാണോ? അതെ, എന്റെ നാഥൻ എനിക്ക് അറിയിച്ചു തന്നതാണ്, എങ്കിൽ അതിൽ കളവുണ്ടാകൂല എന്ന് പറഞ്ഞു വന്ന വ്യക്തിയാണ് ആര്? അബൂ താലിബ്. ആ മനുഷ്യൻ പറയാണ്, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ, മുഹമ്മദ് നിന്റെ മതമാണ്, നീ മുന്നോട്ട് വെക്കുന്ന പ്രത്യയ ശാസ്ത്രമാണ് ശരിയെന്ന് എനിക്കറിയാം. പക്ഷെ ഈ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് ഞാനെങ്ങാനും എൻ്റെ ആദർശം വിട്ട് നിന്റെ ആദർശം സ്വീകരിച്ചാൽ ഇവരെന്നെ കളിയാക്കും, ഇവരെന്നെ കുറ്റപ്പെടുത്തും. ഇവരെ ഞങ്ങളുടെ കാക്കക്കാരണവന്മാർ സ്വീകരിച്ചു വന്ന ആദർശം വിട്ട് അബൂ താലിബ് മരണത്തെ പേടിച്ച് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശം സ്വീകരിച്ചു എന്ന് ഇവരെന്നെ കളിയാക്കും. ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നിന്റെ മതത്തിൽ അണിചേരുന്നവരുടെ കൂട്ടത്തിൽ നിനക്ക് എന്നെയും കാണാമായിരുന്നു എന്നാണ് ആര് പറയണത്? അബൂ താലിബ്. അബൂ താലിബിന്റെ അവസാന വാക്ക് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ്. അഥവാ അവർ സ്വീകരിച്ചു വന്ന അതേ ആദർശത്തിലാണ് ഞാനും എന്ന് പറഞ്ഞിട്ടാണ് ആര് മരിക്കണത്? അബൂ താലിബ് മരണപ്പെടുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, പിന്നീട് പിൽക്കാലത്ത് ഈ സംഭവം നടന്ന് വർഷങ്ങൾക്ക് ശേഷം മക്കാ വിജയ ദിവസം, ഈ സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 13 കൊല്ലത്തിന് ശേഷം ഈ മക്കാ വിജയ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ പിതാവായ അബൂ ഖുഹാഫയും ഇസ്ലാം മതം സ്വീകരിക്കാൻ വരുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിലേറിയിട്ടാണ് ആര് വരുന്നത്? അബൂ ഖുഹാഫ. അബൂ ഖുഹാഫക്ക് നടക്കാൻ കഴിയാതെ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റെത്തി മകന്റെ തോളിലേറിയിട്ടാണ്. ജാഅ അബൂബക്കറിൻ ബിഅബി ഖുഹാഫ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഫത്ഹി മക്ക. മക്കാ വിജയ ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പിതാവായ അബൂ ഖുഹാഫ വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് പറയുന്ന ഒരു വാക്കാണ്, ലൗ അഖറർത ശൈഖ ഫീ ബൈതിഹി ലഅതൈന. വാപ്പാനെ വീട്ടിൽ വെച്ച പോലെ ഞാൻ അങ്ങോട്ട് വരൂലേ? എന്തിനാണ് വാപ്പാനെ ചുമലിലേറ്റി എന്റെ സദസ്സിലേക്ക് കൊണ്ടുവരുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അല്ലാഹുവിന്റെ റസൂലേ, ആവശ്യക്കാര് ഞങ്ങളാണ്, ആവശ്യക്കാര് ഞങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ആര് പറഞ്ഞു? അബൂ ഖുഹാഫ പറഞ്ഞു. 2 ഉപദേശമാണ് കൊടുത്തത്. 2 ഉപദേശം. ഒന്ന് പറഞ്ഞത് വാപ്പാക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റെത്തിയ മനുഷ്യനോടും പറഞ്ഞത് എന്താ? ഖുർആൻ പഠിക്കണം. രണ്ടാമത് പറഞ്ഞത് വാപ്പാന്റെ മുടിയും താടിയൊക്കെ നിറച്ചിട്ടുണ്ട്, അതിൽ കളർ കൊടുക്കണം. കറുപ്പ് കളർ ഹറാമാണ്, അതല്ലാത്ത മൈലാഞ്ചി കളറോ മഞ്ഞയോ ചുവപ്പോ ഏതെങ്കിലും ഒരു കളർ കൊടുക്കണം എന്നും പറഞ്ഞു. ഇത് വാപ്പ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ചോദ്യം, അബൂബക്കറെ സന്തോഷ കണ്ണീരാണോ? സന്തോഷം കൊണ്ടാണ് നിങ്ങൾ കരയുന്നത്? അല്ല റസൂലെ, സങ്കടം കൊണ്ടാണ്. കാരണം അന്ന് അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ താങ്കൾ എത്രത്തോളം സന്തോഷിക്കുമായിരുന്നു എന്നാലോചിച്ചപ്പോ കരഞ്ഞു പോയതാണ് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായിട്ട് എന്ത്? ഈ അബൂ താലിബിന്റെ മരണവും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാത്തതും. കാരണം എല്ലാ മേഖലയിലും സഹായിച്ച വ്യക്തിയാണ് അബൂ താലിബ്. നല്ല അറിയപ്പെട്ട കവിയാണ്. അദ്ദേഹത്തിന്റെ കവിത നമ്മൾ സ്ക്രീനിൽ കാണുന്നത്, വല്ലാഹി ലയസ്ലു ഇലൈക ബിജംഇഹിം ഹത്താ ഉസദ ഫി തുറാബി ദഫീന. എന്റെ ശരീരത്തിൽ മണ്ണ് പറ്റണത് വരെ മുഹമ്മദിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, വിട്ടുതരൂല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? അബൂ താലിബ്. അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട എല്ലാവിധ സംരക്ഷണവും നൽകിയ വ്യക്തിയായിരുന്നു അബൂ താലിബ്. പക്ഷെ ആ അബൂ താലിബ് എന്ത് ചെയ്തില്ല? ഇസ്ലാം മതം സ്വീകരിച്ചില്ല. ഒരിക്കൽ മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അബൂ താലിബിന്റെ അവസ്ഥ എന്താണ്? നാളെ പരലോകത്ത് അബൂ താലിബ് സ്വർഗത്തിലാണോ നരകത്തിലാണോ? നരകത്തിലാണെങ്കിൽ ഏത് അവസ്ഥയിലാണ്? അതിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാല്, അബൂ താലിബ് നരകത്തിന്റെ ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗത്താണ് എന്നുള്ളതാണ്. അബൂ താലിബ് നരകത്തിന്റെ ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗത്താണ്. ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി പറയാണ്, ലൗലാ അന ലകാന ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ, ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും ആര്? അബൂ താലിബ്.
റസൂലുള്ള പ്രാർത്ഥിച്ചത് നിമിത്തമാണ് നരകത്തിലെ ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗത്താണ് എന്ന് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, പിന്നെ അഹ്വൻ അഹ്ലിൻ നാരി അദാബൻ അബൂ താലിബ്, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ആർക്കാണ്? അബൂ താലിബിനാണ്. എന്താണ് അബൂ താലിബിന് നരകത്തിലുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ? തീ കൊണ്ടുള്ള 2 ചെരുപ്പ് എന്നുള്ളതാണ്. തീ കൊണ്ടുള്ള 2 ചെരുപ്പ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം ഈ മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? സത്യം അറിഞ്ഞിട്ടും അത് സ്വീകരിച്ചില്ല. സത്യം അറിഞ്ഞിട്ടും അത് സ്വീകരിച്ചില്ല. കാരണം ആ മനുഷ്യന്റെ കിബറാണ്. എന്താ കിബർ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ബഖറുൽ ഹഖി വഗംതുൻ നാസ്, സത്യത്തെ നിരാകരിക്കലും ആളുകളെ ചെറുതായി കാണലുമാണ് കിബർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് അബൂ താലിബിന്റെ മരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന 2 പാഠമാണ്. അബൂ താലിബിന്റെ മരണത്തിൽ നമുക്ക് ലഭിക്കുന്ന 2 പാഠം. ഒന്ന്, ഹിദായത്ത് നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. ഹിദായത്ത് നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും എന്ത് കഴിഞ്ഞിട്ടില്ല? ഹിദായത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അബൂ താലിബ്. ആ അബൂ താലിബിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ, മുസ്ലിമാക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? ജീവിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹിന്റെ റസൂലിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ മരിച്ച സമയത്ത് കഴിയാം? ഇപ്പോൾ ചില ആളുകൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലെ ഞങ്ങളെ ഹിദായത്തിലാക്കണേ എന്നുള്ളത്. അറിവില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു അവർക്ക് പിന്നെ ഇത്തരം വിഷയങ്ങളിൽ വ്യക്തമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹിദായത്ത് നൽകാൻ കഴിയുന്ന ഏക ശക്തി റഹ്മാനും റഹീമുമായ അള്ളാഹു മാത്രമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറക്കി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. റസൂലെ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളെ ഹിദായത്തിലാക്കാൻ എന്ത് ചെയ്യില്ല? താങ്കൾക്ക് കഴിയില്ല. ഹിദായത്ത് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഇറാദത്ത്, അള്ളാഹുവിന്റെ ഉദ്ദേശം ലഭിച്ചവർക്ക് മാത്രമേ എന്ത് ലഭിക്കുള്ളൂ? ഹിദായത്ത് ലഭിക്കുള്ളൂ. അപ്പൊ റസൂലുള്ളാഹിക്ക് പോലും എന്ത് കഴിഞ്ഞിട്ടില്ല? ഹിദായത്ത് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം എന്താണെന്ന് അറിയോ? ഇവിടെ നോക്കി, അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം എന്താണ്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. റസൂലേ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളെ. അബൂ താലിബ് മുസ്ലിമാണോ? അല്ല, മുശ്രിക്കാണ്. മുശ്രിക്കായിട്ട് പോലും റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിതാവിന്റെ സഹോദരൻ എന്നുള്ള എല്ലാ പ്രാധാന്യവും അല്ലെങ്കിൽ എല്ലാ മാനദണ്ഡവും എല്ലാവിധ കാര്യങ്ങളും വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സത്യം അറിയാത്ത ഒരാളോട് വെറുപ്പല്ല വേണ്ടത്. അവരും സത്യം മനസ്സിലാക്കണം, അവരും ഈ ദീനിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ദഅവത്ത് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത് ലഭിക്കുന്ന പാഠം. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് അബൂ താലിബിന്റെ മരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം. അബൂ താലിബ് മരണപ്പെട്ട് ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആര് മരണപ്പെട്ടു? മഹദിയായ ഖദീജ ബിബി. 2 മരിക്കണത് എപ്പോഴാണ്? 2 പേരും മരിക്കണത് ഒരേ വർഷത്തിലാണ്. നുബുവത്തിന്റെ 10-ാം വർഷം, അള്ളാഹുവിന്റെ റസൂലിന്റെ 50-ാമത്തെ വയസ്സിൽ. നുബുവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ താങ്ങും തണലുമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ഹിറാ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് നബി മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം അവിടെ പോയിരിക്കുമ്പോൾ അവർക്ക് വേണ്ട, നബിക്ക് വേണ്ട എല്ലാവിധ ഭക്ഷണങ്ങളും കൊണ്ടുപോയി കൊടുത്തത് ഖദീജ ബീവിയാണ്. ജിബ്രീലിനെ കണ്ട് പേടിച്ച് മഹദിയായ ഖദീജ ബീവിന്റെ അരികിലേക്കാണ് റസൂൽ ഓടി വന്നത്. അബൂ താലിബിന്റെ അരികിലേക്ക് പോയില്ല. കൂട്ടുകാരനായ അബൂബക്കറിന്റെ അരികിലേക്കും പോയില്ല. പോയത് ആരുടെ അരികിലേക്കാണ്? ഖദീജ ബീവിന്റെ അരികിലേക്കാണ്. ഖദീജ ബീവി അവിടെ വെച്ച് പറഞ്ഞ വാക്ക് എന്താണ്? കല്ലാ വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദ. അല്ലാഹു ഒരിക്കലും താങ്കളെ പ്രയാസപ്പെടുത്തൂല. ആ രൂപത്തിൽ നബിക്ക് എല്ലാവിധ മേഖലകളിലും താങ്ങും തണലുമായിരുന്നു ആരെ? മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ ഗിർതു വഹദൻ മിൻ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു വലാ ഖദീജ. ഖദീജയോട് ഞാൻ ഗീറത്ത് കാണിച്ചതുപോലെ വേറൊരു സ്ത്രീയോട് ഞാൻ ഗീറത്ത് കാണിച്ചിട്ടില്ല. ആരാ പറയുന്നത്? ഖദീജ ബീവിനെ കുറിച്ചിട്ട് ആയിഷ ബീവി പറയാണ്. 2 പേരും ആരാണ്? അള്ളാഹിന്റെ റസൂലിന്റെ ഭാര്യമാരാണ്. റസൂലുള്ളാഹിക്ക് പിന്നെ 1-ൽ കൂടുതൽ ഭാര്യമാരുണ്ട്. അപ്പൊ ആ ഭാര്യമാരോടൊന്നും എനിക്ക് എന്ത് തോന്നിയിട്ടില്ല? ഒരു ഗീറത്ത്, ഒരു വെറുപ്പ് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ഗീറത്ത് തോന്നിയത് ആരോട് മാത്രമാണ്? അത് ഖദീജ റളിയല്ലാഹു അൻഹയോട് മാത്രമാണ് എന്നുള്ളതാണ്. ഒരിക്കല് പിന്നെ ആയിഷ ബീവി നബിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഭൂമിയിൽ ഖദീജ അല്ലാതെ വേറൊരു പെണ്ണില്ലേ?
എപ്പോഴും നിങ്ങൾ ഖദീജ 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 എന്ന് എപ്പോഴും പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വറുബ്ബമാ ദബഹ ശാത്തൻ, ആടിനെ അറുത്താൽ എന്ത് ചെയ്യും, അത് മുറിച്ച് ഈ ഖദീജ ബീവിന്റെ കൂട്ടുകാരികളായ ആളുകളുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. എന്നാൽ അത് ബാക്കിയുള്ള ഭാര്യമാരുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോയി കൊടുക്കണില്ല. ഖദീജ ബീവിക്ക് എത്ര പ്രത്യേകത എന്താണ്? ഒരിക്കലും എന്ത് ചെയ്തിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ട് പോലും ഉണ്ടെന്ന് കാണാൻ കഴിയും. ഒരു വൃദ്ധയായ സ്ത്രീ, തൊലിയൊക്കെ ചുക്കിച്ചിളിഞ്ഞ് വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റെത്തിയ ഒരു ഉമ്മ, ഒരു വൃദ്ധയായ സ്ത്രീ എന്ത് ചെയ്തു, നബിന്റെ വീട്ടിലേക്ക് വന്നു. ആയിഷ ബീബി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വീട്ടിൽ വിളിച്ചിരുത്തി അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. എല്ലാവിധ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പരിചരിക്കുന്നുണ്ട്. ആ സ്ത്രീ തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് സമ്മാനങ്ങളും കൊടുത്തു. അപ്പൊ ആയിഷ ബീബി ചോദിക്കാണ്, നബി ആ വൃദ്ധയായ സ്ത്രീ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനും ഖദീജയും മക്കയിൽ ജീവിക്കുന്ന കാലത്ത് ആ വൃദ്ധയായ സ്ത്രീ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. അപ്പൊ ആ സ്ത്രീയെ കണ്ടപ്പോൾ എനിക്ക് ഖദീജയെ ഓർമ്മ വന്നു, അവരെ ഒന്ന് ആദരിച്ചതാണ് എന്നുള്ളതാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ ബീവിയുടെ സഹോദരിയാണ് ഹാല ബിൻതു ഖുവൈലിദ്. ഈ ഹാലയെയും ഖദീജ ബീവിയും ഒരുപാട് സാദൃശ്യമുണ്ട്. അവരുടെ സംസാരത്തിലും അവരുടെ രൂപത്തിലൊക്കെ ഒരുപാട് സാദൃശ്യമുണ്ട്. ഒരിക്കൽ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ വീട്ടിൽ ആയിഷ ബീബിന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പുറത്തുനിന്ന് ഹാല ബീബി എന്ന് പറയുന്ന മഹദി വിളിക്കാണ്, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു. അള്ളാഹുവിന്റെ റസൂല് പെട്ടെന്ന് എണീറ്റു എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹിക്ക് പെട്ടെന്ന് തോന്നിയത് ഖദീജ ബീബി വിളിക്കുന്നത് പോലെയാണ്. അങ്ങനെ ഹാലന്റെ ശബ്ദം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് എണീറ്റ് വാതിൽ പോയി തുറന്നു നോക്കുമ്പോൾ അത് മഹദിയായ ഹാലയായിരുന്നു. അവരെ വിളിച്ചിരുത്തി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ആയിഷ ബീബി പറയാണ്, അവർ സംസാരിച്ചത് മുഴുവനും ഖദീജ ബീബിയെ കുറിച്ചാണ്. അവർ സംസാരിച്ചത് മുഴുവനും ഖദീജ ബീബിന്റെ പഴയ ജീവിതം, അവരുടെ കല്യാണം, അവർക്ക് മക്കള് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് അവർ സംസാരിച്ചത് എന്നുള്ളതാണ്. എങ്ങനെ ഈ ഹാല എന്ന് പറയുന്ന ഖദീജ ബീബിന്റെ സഹോദരി പോകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കേണ്ട, നബിയെ നിങ്ങൾക്ക് ഖദീജ അല്ലാതെ വേറൊരു പെണ്ണില്ലേ? വേറെ എത്ര ഭാര്യമാരുണ്ട് നിങ്ങൾക്ക്? എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഖദീജ ഖദീജ എന്ന് മാത്രം പറഞ്ഞ? വാർദ്ധക്യത്തി, അതേപോലെ തന്നെ തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ, പിന്നെ പല്ല് നഷ്ടപ്പെട്ട് മോണ കാണുന്ന ആ ഒരു സ്ത്രീ മാത്രമാണ് നബി നിങ്ങൾക്കുള്ളത്. അതിന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വാക്ക് കേട്ടപ്പോൾ നബിയുടെ മുഖം ചുവന്നു എന്നുള്ളതാണ്. ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ഇറങ്ങുമ്പോൾ എത്രത്തോളം പ്രയാസമുണ്ടോ അതുപോലെ പ്രവാചകന്റെ മുഖം ചുവന്ന് നബിയുടെ ശരീര രൂപത്തിൽ അല്ലെങ്കിൽ ആ മാറ്റങ്ങളിൽ തന്നെ നബിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി. നബി പറഞ്ഞൊരു വാക്ക്, ആയിഷ എനിക്ക് നുബുവത്ത് ലഭിച്ച് ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയപ്പോൾ എല്ലാ ആളുകളും എന്നെ എതിർത്തിട്ടുണ്ട്, ആരും എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. അന്ന് എനിക്ക് താങ്ങും തണലുമായത് എൻ്റെ ഖദീജ മാത്രമാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരിലൂടെ മാത്രമാണ് എനിക്ക് റബ്ബ് മക്കളെ നൽകിയത്. അവരിലൂടെ മാത്രമാണ് എനിക്ക് റബ്ബ് മക്കളെ നൽകിയത്. അതുകൊണ്ട് ഖദീജയെ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടൂല എന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഖദീജ ബീവിയെ കുറിച്ചുള്ള ഹദീസുകൾ കൂടുതൽ പറഞ്ഞത് ആരാന്നറിയോ? കൂടുതൽ പറഞ്ഞത് ആരാ? ആയിഷ ബീവിയാണ്. പിന്നെ ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബാണ്. അലി റളിയല്ലാഹു അൻഹു പറയാനുള്ള കാരണം, ചെറുപ്പത്തിൽ തന്നെ നബിന്റെ വീട്ടിലാണ് ആര് വളർന്നത്? അലി റളിയല്ലാഹു അൻഹു. പക്ഷെ ആയിഷ ബീവി ഇങ്ങനെ പറയുന്ന ഹദീസുകളിലൊക്കെ ആയിഷ ബീവിക്ക് ഒരു പോരായ്മയുണ്ട്. റസൂലുള്ള എതിർത്ത് പറഞ്ഞു, അല്ലെങ്കിൽ നബിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ ആർക്കും മോശമാണ്. ഒരു നിലക്ക് പറയുമ്പോൾ ആയിഷ ബീവിക്ക് മോശമാണ്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല? ഈ ഹദീസുകളൊന്നും മറച്ചു വെച്ചിട്ടില്ല. അപ്പൊ ആയിഷ ബീവി ഖദീജ ബീവിയെ കുറിച്ചുള്ള ഈ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ ഉള്ളിൽ അറയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇത് ആയിഷ ബീവി പറഞ്ഞാലേ പുറം ലോകം അറിയുള്ളൂ. അത് അവര് മറച്ചു വെച്ചിരുന്നെങ്കിലോ നമുക്കിതൊന്നും കിട്ടൂല. അപ്പൊ റസൂലുള്ള ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നിട്ടും ആര് പറഞ്ഞിട്ടുണ്ട്? ആയിഷ ബീവി പറഞ്ഞു. അതാണ് അവരുടെ ഈമാൻ എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഈ വിഷയത്തിലേക്ക് ഒന്നുകൂടി ചേർത്തി പറയാണ്. ബദർ യുദ്ധ സമയം, ശരിക്കും ബദർ നമുക്ക് ചരിത്രം എത്തിയിട്ടില്ല, കുറച്ച് കൂടുതൽ കഴിഞ്ഞിട്ടാണ് ബദർ എത്തുക. പക്ഷെ ബദറിൽ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം നടക്കുന്നുണ്ട്. ബദർ യുദ്ധത്തിൽ ശത്രുക്കളായ 70ഓളം മുശ്രിക്കുകളെ ബന്ദിയായിക്കൊണ്ട് പിടിച്ചപ്പോൾ അതിലാരുണ്ട്? റസൂലുള്ളാഹിന്റെ മരുമകൻ അബുൽ ആസ് ബിൻ റബീ ഉണ്ട്.
റസൂലുള്ളാഹിക്ക് 4 പെൺകുട്ടികളാണ്. ആരൊക്കെ? സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ. ഇതിൽ ഈ സൈനബിന്റെ ഭർത്താവ് ആരാണ്? അബുൽ ആസ് ബിൻ റബീഅ. ഞാൻ നേരത്തെ പറഞ്ഞു ഖദീജ ബീവിന്റെ സഹോദരിയാണ് ആര്? ഹാല. ഹാലിന്റെ മകനാണ് അബുൽ ആസ്. ഹാലിന്റെ മകനാണ്, ഒന്നുകൂടി, ഖദീജ ബീവിന്റെ സഹോദരി ഹാല. ഹാലിന്റെ മകനാണ് ആര്? അഥവാ ജ്യേഷ്ഠത്തിന്റെ അനിയത്തിന്റെ മക്കള് പരസ്പരം കല്യാണം കഴിച്ചു. അത് ഖദീജ ബീവിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കല്യാണം നടന്ന് പിന്നീട് അബുൽ ആസ് ബിൻ റബീഅ കുറെ കഴിഞ്ഞിട്ടാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. ബദറിലേക്ക് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ വന്ന ആളുകളിൽ ആരുണ്ട്? അബുൽ ആസ് ബിൻ റബീഅ ഉണ്ട്. അദ്ദേഹം മനഃപൂർവ്വമല്ല, പക്ഷെ വലിയൊരു ചരിത്രമാണ്. ഇൻഷാ അല്ലാഹ് ബദറിന്റെ സമയമാകുമ്പോൾ ആ വിഷയം വിശദീകരിക്കാം. അപ്പൊ അബുൽ ആസ് ബിൻ റബീഅയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബന്ദിയായി പിടിച്ച ആളുകളോട് പറഞ്ഞു, മോചന ദ്രവ്യം എന്തെങ്കിലും നൽകിയാൽ, വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു മോചന ദ്രവ്യം നൽകിയാൽ വെറുതെ വിടാം. ഓരോരുത്തരും ഓരോ മോചന ദ്രവ്യം നൽകി. ആ മോചന ദ്രവ്യം നൽകിയ വസ്തുക്കൾ റസൂലുള്ളാഹി അങ്ങനെ നോക്കുമ്പോൾ അതിലൊരു മാല കണ്ടു. ആ മാല ആരുടേന്ന് അറിയോ? ഖദീജ ബീവിന്റെ മാലയാണ്. ഖദീജ ബീവി കല്യാണ സമയത്ത് മകൾക്ക് സമ്മാനം കൊടുത്തു സൈനബ് ബീവിക്ക്. സൈനബ് ബീവിന്റെ ഭർത്താവായ അബുൽ ആസ് ബിൻ റബീഇനെ ബദറിൽ ബന്ദിയായിക്കൊണ്ട് പിടിച്ചപ്പോൾ അതിന് മോചന ദ്രവ്യം കൊടുത്തത് ഏതാണ്? ഈ മാല. അപ്പൊ റസൂലുള്ളാഹി ഈ മാല കണ്ടപ്പോൾ ആരെ ഓർമ്മ വരികയാണ്? ഖദീജ ബിൻത് ഖുബൈദ് റളിയല്ലാഹു അൻഹയെ ഓർമ്മ വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന സ്വഹാബത്തിനോട് ചോദിക്കാണ്, സ്വഹാബ, അബുൽ ആസിനെ മോചന ദ്രവ്യം വാങ്ങാതെ വിടാൻ പറ്റുമോ? റസൂലുള്ളാഹിക്ക് തീരുമാനിച്ചാൽ മതി, അബുൽ ആസിനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ സ്വഹാബത്തിനോട് ചോദിച്ചു. സ്വഹാബത്ത് ഒന്നടങ്കം അനുവാദം കൊടുത്തതിന് ശേഷമാണ് അബുൽ ആസിനെ ആര് വെറുതെ വിടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായാലും നബിയുടെ ജീവിതത്തിൽ അത്രത്തോളം പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് ഖദീജ ബീവിന്റെ മരണം എന്നുള്ളത് കാണാൻ കഴിയും. ഖദീജ ബീവി ആയിട്ടുള്ള ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളായിട്ട്, കാരണം ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമാണ്. നബിക്ക് എന്നും പ്രയാസങ്ങളും പ്രതിസന്ധികളാണ് മറ്റുള്ള ആളുകളിൽ നിന്ന് ലഭിച്ചത്. അപ്പോഴും താങ്ങും തണല് ഖദീജ ബീവി മാത്രമാണ്. അങ്ങനെ മദീനയും മക്കയൊക്കെ അടക്കി ഭരിക്കുന്ന അവസ്ഥയിലേക്ക് മക്ക വിജയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വരുമ്പോൾ റസൂലുള്ള ഒരുപാട് സങ്കടപ്പെട്ടത് ഖദീജ ബീവിന്റെ വിയോഗത്തിലാണ്. അതെപ്പോഴും മനസ്സിലാക്കണമെന്ന് അറിയും. സ്വഹാബത്ത് ചോദിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലേ, മക്ക വിജയ സമയത്ത് താങ്കൾക്ക് താമസിക്കാൻ ടെന്റ് കെട്ടേണ്ടത് എവിടെയാണ്? നബിയെ, താങ്കൾക്ക് താമസിക്കാനുള്ള ടെന്റ് അടിക്കേണ്ടത് എവിടെ? റസൂലുള്ള പറഞ്ഞത് അൽ ഹജൂൻ എന്ന് പറയുന്ന ഭാഗം. എന്താ അൽ ഹജൂൻ എന്ന് പറഞ്ഞാൽ? മഖ്ബറത്തുൽ മഅല്ലാത്ത് എന്നാണ് അതിന്റെ പേര്. ഈ ഭാഗത്താണ് ഈ മഖ്ബറത്തുൽ മഅല്ലാത്ത് എന്ന് പറയുന്ന മഖ്ബറയിലാണ് ആരുടെ മയ്യത്ത് മറമാടിയത്? ഖദീജ ബീവിന്റെ മയ്യത്ത് മറമാടിയത്. ഈ ഭാഗത്ത് എനിക്ക് ടെന്റ് അടിക്കണം എന്നാണ് ആര് പറയുന്നത്? റസൂലുള്ളാഹി. അഥവാ ഇന്ന് മഖ്ബറത്തുൽ മഅല്ലാത്ത്, ഇതിലാണ് റസൂലുള്ളാഹിന്റെ പ്രിയ പത്നി ഖദീജ ബീവിന്റെ മയ്യത്ത് മറമാടിയത്. റസൂലുള്ളാഹിന്റെ മകൻ ഖാസിമിന്റെ, അബ്ദുള്ളയുടെ ഒക്കെ മയ്യത്ത് മറമാടിയത് ഈ ഖബർസ്ഥാനിലാണ്. നിങ്ങൾ ഇന്ന് മക്കയിൽ പോകുമ്പോൾ മസ്ജിദ് ജിന്നില്ലേ, മസ്ജിദ് ജിന്നിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗമാണ് ഈ ഒരു മഖ്ബറ എന്നുള്ളതും കൂടി ചേർത്തി മനസ്സിലാക്കി. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രത്തോളം അവർ മരണപ്പെട്ടിട്ടും റസൂലുള്ളാഹിന്റെ മരണം വരെ ആര് ഓർത്തിട്ടുണ്ട്? ഖദീജ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞ, റസൂലേ, ഖദീജ ബീവി വരുന്നുണ്ട്. ഖദീജ ബീവിയോട് നിങ്ങൾ പറയണം, അള്ളാഹുവും ഞാനും അവരോട് സലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഖദീജ ബീവിനോട് നിങ്ങൾ പറയണം, ഞാനും അള്ളാഹുവും, ആരെ? ഞാൻ, ജിബ്രീലും അതേപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു തആലയും അവരോട് സലാം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഫബശ്ശിർഹ, അവരോട് സന്തോഷ വാർത്ത അറിയിക്കണം. ബിബൈത്തിൻ ഫിൽ ജന്ന, അവർക്ക് സ്വർഗ്ഗത്തിലൊരു വീടുണ്ട്. എന്താണ് ആ വീടിന്റെ പ്രത്യേകത? മുത്തുകൊണ്ടുള്ള, മരതകം കൊണ്ടുള്ള വീടാണ്. ശബ്ദ കോലാഹലങ്ങളോ പ്രയാസമോ ഇല്ലാത്ത വീടാണ് ഖദീജ ബീവിക്ക് വേണ്ടി നാളെ സ്വർഗ്ഗത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി അലി റളിയല്ലാഹു അൻഹു പറയാണ്, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തുള്ളത് ഒന്ന് മറിയം ബിൻത് ഇമ്രാൻ, ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീവിക്കാണ്. രണ്ടാമത് എണ്ണിയത് ആരെന്നറിയോ? ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ എന്നുള്ളതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി പറയാണ്, ഈമാൻ പൂർത്തീകരിച്ച ഒരുപാട് പുരുഷന്മാരുണ്ട്, പൂർണ്ണതയിലേക്ക് എത്തിയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ സ്ത്രീകളുടെ കൂട്ടത്തിൽ 4 പേരാണ്. ആരൊക്കെയാണ് 4 പേര്? റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, മറിയം ബിൻത് ഇമ്രാൻ,
ഈസ നബിന്റെ ഉമ്മ മറിയം ബീവിയാണ്. 2 പറയാണ് ഫിറഔനിന്റെ ഭാര്യയായ ആസിയ. 3 പറഞ്ഞു ഫാത്തിമ ബിൻത് മുഹമ്മദ്, റസൂലുള്ളാഹിന്റെ പ്രിയ മകൾ ഫാത്തിമ ബീവി. 4 ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. ഇമാം തുർമുദി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്തായാലും അപ്പോൾ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ മേഖലയിലും താങ്ങും തണലുമായിരുന്നു ആരെ? ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ അവരുടെ മരണം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് പിന്നീട് നബി ത്വായിഫിലേക്ക് പോകുന്നതും ഇസ്രാ മിഅ്റാജ് യാത്ര നടക്കുന്നതൊക്കെ ഈ മരണങ്ങൾക്ക് ശേഷമാണ്. ഈ 2 പേരുടെ മരണത്തെ ദുഃഖവർഷം അല്ലെങ്കിൽ ആമുൽ ഹുസൈൻ എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം അബൂ ത്വാലിബും അതേപോലെ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയും മരണപ്പെടുന്നത് ഒരേ വർഷമാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം ചെയ്തിട്ടുണ്ട്, ഖദീജ ബീവിയെ സ്നേഹിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം എൻ്റെ സംസാരം കേൾക്കുന്ന ഭൂരിഭാഗം ആളുകളും കല്യാണം കഴിച്ച ആളുകളാണ്. നമ്മളൊക്കെ ആലോചിക്കണം, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയെ ഇഷ്ടപ്പെട്ടതുപോലെ നമുക്ക് സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 4 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണേ, 4 കാര്യങ്ങളിൽ ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഹൈറും ബർക്കത്തും ലഭിച്ചവനെ പോലെയാണ്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. ഒന്നാമത് എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലിസാനൻ ദാക്കിറൻ, ദിക്ർ ചൊല്ലുന്നൊരു നാവ് എന്നുള്ളതാണ്. 2 പറഞ്ഞു വകൽബൻ ഷാക്കിറൻ, അല്ലാഹുവിന് ശുക്ർ കാണിക്കുന്നൊരു ഹൃദയം. 3 പറഞ്ഞു പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സഹിക്കാനും ക്ഷമിക്കാനുള്ള ഒരു ശരീരം. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിന് സഹിക്കുന്നൊരു ഹൃദയം അല്ലെങ്കിൽ ഒരു ശരീരം ആ മനുഷ്യനുണ്ടെങ്കിൽ. 4 പറഞ്ഞു സ്വാലിഹത്തായ ഒരു ഇണ, അത് സ്ത്രീയാണെങ്കിൽ സ്വാലിഹത്തായ ഒരു ഭർത്താവ്, പുരുഷനാണെങ്കിൽ സ്വാലിഹത്തായ ഒരു ഭാര്യ. ഇതുണ്ടെങ്കിൽ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഹൈറും ബർക്കത്തും ലഭിച്ചവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലത്തിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ മതി. മറ്റേ ആളുടെ, നമ്മുടെ സുഹൃത്തിൻ്റെ ഭാര്യ എങ്ങനെയാണ് അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ കുടുംബം എങ്ങനെയാണ് അത് നോക്കണ്ട. നമ്മളെങ്ങനെയാണ് നമ്മുടെ ഭാര്യയ്ക്ക് ഏറ്റവും നല്ലൊരു ഭർത്താവായിട്ട് നമുക്ക് മാറാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഭർത്താവിന് ഏറ്റവും നല്ല ഭാര്യയായിക്കൊണ്ട് മാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഈ സ്വാലിഹത്തായ ഭർത്താവും ഭാര്യയും ഇവിടെ മരണപ്പെട്ടാൽ അവസാനത്തെ ഭർത്താവിൻ്റെ അവസാനത്തെ ഭാര്യൻ്റെ കൂടെയായിരിക്കും സ്വർഗത്തിലുണ്ടാകുക. അതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ നായില ബിൻത് ഫറാഫിസയെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗൽഭന്മാരായ സ്വഹാബത്ത് കല്യാണം ആലോചിച്ചു. ഈ നായില ബിൻത് ഫറാഫിസ എന്ന് പറയുന്ന മഹദി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും സഹായിച്ച പ്രിയ പത്നിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കളായ ആളുകൾ വീട് വളഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? ഈ നായില ബിൻത് ഫറാഫിസയാണ്. ശത്രുക്കളായ ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിലത്തേക്ക് വീണു. നിലത്ത് വീണ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മേലേക്ക് സംരക്ഷണ കവചമായി കടന്നു കൊടുത്തത് ആരാണ്? നായിലയാണ്. നായിലയെ പിടിച്ചു മാറ്റിയിട്ട് അവർ മാറുന്നില്ല. ശത്രുക്കളായ ആളുകൾ അവരുടെ വിരലിൽ മുറിച്ചിട്ടാണ് നായിലയെ മാറ്റി പിന്നീടാണ് ആരെ വിട്ടണത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിട്ടുന്നത്. അപ്പൊ അത്രത്തോളം ജീവിതത്തിൽ പ്രയാസങ്ങൾ സഹിച്ച നായില ബിൻത് ഫറാഫിസയോട് പിന്നീടുള്ള ഭരണാധികാരി ചോദിക്കണം, മുആവിയാണ് പിന്നീടുള്ള ഭരണാധികാരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കല്യാണം കഴിക്കട്ടെ എന്നുള്ളത്. അപ്പൊ അതിന് ഉസ്മാൻ നായില ബിൻത് ഫറാഫിസ പറഞ്ഞത്, എനിക്ക് ഇഹലോകത്ത് ഉസ്മാൻ ലഭിച്ചതുപോലെ സ്വർഗത്തിലും എനിക്ക് ഉസ്മാൻ ലഭിക്കണം. നിന്റെ സ്വർഗത്തിൽ എൻ്റെ ഇണയായിട്ട് ആര് മാറണം? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാറണമെന്ന് മഹദിയായ നായില ബിൻത് ഫറാഫിസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മളൊക്കെ ആ ഒരു തലത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞു വന്നത് ദുഃഖവർഷം ആമുൽ ഹുസൻ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയ 2 പേരുടെ മരണങ്ങളാണ്. ഈ മരണം കഴിഞ്ഞപ്പോൾ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലുള്ള സംരക്ഷണം പോവുകയാണ്. കാരണം പുറത്തുണ്ടായിരുന്ന സംരക്ഷണമാണ് ആരെ? അബൂ താലിബിന്റെ സംരക്ഷണം ഇല്ലാതായി. നബിക്ക് വീടിന്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള താങ്ങും തണലായി നിന്നത് ഖദീജ ബീബി. ആ സംരക്ഷണം കഴിഞ്ഞു. അങ്ങനെയാണ് നേരെ എവിടേക്ക് പോണത്? ത്വായിഫിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ത്വായിഫിലെ നേതാക്കന്മാർ മസ്ഊദും ഹബീബും അബ്ദിയാലയിലും ഈ തുടങ്ങുന്ന 3 നേതാക്കന്മാരായ ആളുകൾ,
അവർ പിന്നീട് പ്രവാചകനെ ദ്രോഹിച്ച സംഭവങ്ങളുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അതിനുശേഷം പിന്നീട് ഇസ്രാ മിഅ്റാജ് യാത്രയും തുടങ്ങിയ വിഷയങ്ങളും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. റബ്ബ് സുബ്ഹാനഹു തആല ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളത് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല പുറത്ത് മാപ്പാക്കി തിരുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ അല്ലാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലും പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.